ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ മോട്ടിവേഷൻ എന്നുള്ള എലമെൻറ്റ്, അതിൽ നീഡ് ഹൈറാർക്കി തിയറി നമ്മൾ ചർച്ച ചെയ്തു. ആ നീഡ് ഹൈറാർക്കി തിയറിയിൽ അബ്രഹാം മാസ്ലോ കൺക്ലൂഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആ തിയറിയുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളത് ഒന്ന് ചുരുക്കി പറയുന്നു. അതായത് ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ദീസ് നീഡ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കി. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണെന്നും അതിനെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേ ഒരു ഹയർ ലെവൽ നീഡ് ഉയർന്നു വരൂ എന്ന് അബ്രഹാം മാസ്ലോ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റ് എല്ലാ വർക്കേഴ്സിൻ്റെയും ആവശ്യങ്ങളെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി അത് പ്രോമിസ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നും ഈ തിയറി പ്രതിപാദിക്കുന്നു. പിന്നെ അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു സാറ്റിസ്ഫൈഡ് നീഡ് വിൽ നോട്ട് ആക്ട് എ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സാറ്റിസ്ഫൈ ചെയ്ത ഒരു നീഡ് പിന്നീട് ഒരിക്കലും എന്താവുന്നില്ല, ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നീഡ്, എംപ്ലോയീസിന്റെ നീഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ ഏറ്റവും നല്ലൊരു ഘടകമാണെന്നാണ് ആ നീഡ് ഹൈറാർക്കി തിയറി അവിടെ പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ചർച്ച ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഓരോ എംപ്ലോയീസിനും ആവശ്യമായ രീതിയിലുള്ള മോട്ടിവേറ്റർ ഏതാണ് എന്ന് മനസ്സിലാക്കണം. ചിലർക്ക് അത് ഫിനാൻസ് റിലേറ്റഡ് ആയിരിക്കാം, ചിലർക്കത് നോൺ ഫിനാൻസ് റിലേറ്റഡ് ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ച് ഓരോ എംപ്ലോയീസിൻ്റെയും എന്തുണ്ടായിരിക്കും, നീഡ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ നീഡ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് എന്തൊക്കെ ഇൻസെന്റീവ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ ഇൻസെന്റീവ്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഇൻസെന്റീവ്സ് ആണ് പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, that means incentives which can be converted into monetary terms or measured in terms of money. പണപരമായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസെന്റീവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണത്തിന്റെ തോത് അല്ലെങ്കിൽ പണത്തിന്റെ അളവ് പോലെ ഉപയോഗിച്ചുള്ള ഇൻസെന്റീവ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയാം. ഒരു ഇൻസെന്റീവ് കൊടുത്താൽ അത് ഇത്ര രൂപയുടെ ഉണ്ട് എന്ന് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഇൻസെന്റീവുകളൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയാം. മറ്റൊരു കാറ്റഗറി നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് വെച്ചാൽ അതിന്റെ മൂല്യം എത്രയാണ് നമുക്ക് പണത്തിൽ മെഷർ ചെയ്യാൻ കഴിയില്ല, വിച്ച് കാൺ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. അത്തരം ഇൻസെന്റീവുകളാണ് എന്തെന്ന് പറയാം, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയാം. ഇനി നമുക്ക് അത് എന്താണെന്നൊന്ന് നോക്കാം. ഇനി ഇൻസെന്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇൻസെന്റീവ്സ് മീൻസ് ഓൾ മെഷേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ടു ഇംപ്രൂവ് പെർഫോമൻസ്. Incentives means all measures which are used to motivate people to improve performance. വ്യക്തികളുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ, അതിനുവേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ട എല്ലാ മെഷറുകളെയും നമുക്ക് ഇൻസെന്റീവ് എന്ന് പറയാമെന്ന് പറയുന്നത്. വ്യക്തികളെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ അവർക്ക് മോട്ടിവേഷൻ നൽകുന്ന, അവരെ പ്രചോദിപ്പിക്കുന്ന എല്ലാ മെഷേഴ്സും എന്താണ്, ഇൻസെന്റീവ്സ് ആണ്. ദീസ് ഇൻസെന്റീവ്സ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ്. ഈ ഇൻസെന്റീവുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്നും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്നും. ഇനി എന്താണത് ഓരോന്നും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കാണുന്നു. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് റെഫേഴ്സ് ടു ഇൻസെന്റീവ്സ് വിച്ച് ആർ ഇൻ ഡയറക്റ്റ് മോണിറ്ററി ഫോം ഓർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേം ആൻഡ് സെർവ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഫോർ ബെറ്റർ പെർഫോമൻസ്. These incentives may be provided on individual or group basis. അപ്പൊ നോക്കൂ, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് റെഫേഴ്സ് ടു ഇൻസെന്റീവ്സ് ആർ ഇൻ ഡയറക്റ്റ് മോണിറ്ററി ഫോം, ഒന്നുകിൽ നേരിട്ട് പണമായിട്ട് തന്നെ നൽകുന്നത്, അല്ലെങ്കിൽ ഓർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്, അല്ലെങ്കിൽ പണത്തിലേക്ക് എന്ത് ചെയ്യാൻ, മെഷർ ചെയ്യാൻ കഴിയുന്നത്. എന്താണ് നമുക്ക് നൽകേണ്ടത്, സെർവ് ടു മോട്ടിവേറ്റ് പീപ്പിൾ, നമ്മുടെ എംപ്ലോയീസിനെ അത് മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. എന്തിലേക്ക്, ഫോർ ബെറ്റർ പെർഫോമൻസ്, ഏറ്റവും നല്ല അവരുടെ പെർഫോമൻസിലേക്ക്. എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി
പണമായിട്ടോ പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലോ ഉള്ള ഇൻസെന്റീവുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയാം. ഈ ഇൻസെന്റീവ്സ് എന്ത് ചെയ്യാൻ എങ്ങനെയാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ മേ ബി പ്രൊവൈഡഡ്, അത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, വ്യക്തികൾക്കായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിനായിട്ടോ ഇത് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നു. ഇനി അത് ഏതെല്ലാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, പേ ആൻഡ് അലവൻസസ്. ഏതൊരു എംപ്ലോയിയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള ഇൻസെന്റീവ് ആണെന്ന് പേ എന്ന് പറഞ്ഞാൽ വേജ് ഓർ സാലറി, ആൻഡ് അലവൻസ് അതിന്റെ കൂടെ കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ. ഒന്ന് നോക്കൂ. ഫോർ എവറി എംപ്ലോയി സാലറി ഈസ് ദ ബേസിക് മോണിറ്ററി ഇൻസെന്റീവ്. എല്ലാ എംപ്ലോയീസിന്റെയും സാലറിയാണ് അവരുടെ ഏതെന്ന് പറയുന്നത് ബേസിക് മോണിറ്ററി ഇൻസെന്റീവ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് ഈ സാലറി എന്ന് പറയുന്നത് ഏതൊക്കെ ഉൾക്കൊണ്ടതാണ്, ബേസിക് പേ, ഡിയർനെസ് അലവൻസ് ആൻഡ് അതർ അലവൻസസ്. ഈ പിന്നെ സാലറി എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസിനും എങ്ങനെയാണ്, അടിസ്ഥാന ശമ്പളം, അതാണ് ബേസിക് പേ. ഡിയർനെസ് അലവൻസ് DA എന്ന് പറയും, ആൻഡ് അതർ അലവൻസസ് അതിന്റെ കൂടെ HRA TA എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് അലവൻസുകൾ. HRA എന്ന് പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ്, TA എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് അലവൻസ്. അങ്ങനെ ഇത്തരത്തിലുള്ള അലവൻസും അടിസ്ഥാന ശമ്പളവും കൂടി ചേർന്നാണ് പേ അഥവാ സാലറി എന്ന് പറയുന്നത്. സാലറി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് റെഗുലർ ഇൻക്രിമെന്റ്സ് ഇൻ ദി പേ എവറി ഇയർ ആൻഡ് എൻഹാൻസ്മെന്റ് ഓഫ് അലവൻസസ് ഫ്രം ടൈം ടു ടൈം. ഈ ഓരോ എംപ്ലോയീസിന്റെ സാലറി സിസ്റ്റം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഓരോ വർഷവും എന്തുണ്ടായിരിക്കും, റെഗുലർ ആയിട്ട് ഒരു ചെറിയ ഇൻക്രിമെന്റ് അതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അടിസ്ഥാന ശമ്പളത്തിലേക്ക്. അതേപോലെ തന്നെ മറ്റ് അലവൻസുകളിലും എൻഹാൻസ്മെന്റ്, വർധനവുണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും ഓരോ എംപ്ലോയീസിന് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക, പേ ആൻഡ് അലവൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു അടിസ്ഥാന ശമ്പളം ഉണ്ട്, അതിന്റെ കൂടെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, അതിന്റെ കൂടെ HRA ഉണ്ട്. ഇത് ഓരോ വർഷവും എന്തുണ്ടായിരിക്കും, ഈ അടിസ്ഥാന ശമ്പളത്തിൽ ചെറിയ ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. പിന്നെ ഈ എന്താ പറയാ DAയിലും മറ്റും എന്തുണ്ടായിരിക്കും, ആ സമയത്തെ കറണ്ട് പീരീഡിലെ എന്താ പറയാ എക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ചുള്ള വർധനവും തരാറുണ്ട്. അപ്പൊ പേ ആൻഡ് അലവൻസ് ഒന്നാമത്തെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പേ ആൻഡ് അലവൻസ് കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്സ്. പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ് നോക്കൂ. Several wage incentives plans aims at linking payment of wages to increase in productivity at individual or group level. ഈ പ്രൊഡക്ഷനെ ലിങ്ക് ചെയ്തിട്ടുള്ള വേജ് ഇൻസെന്റീവ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? നിങ്ങൾ FW ടൈലർ എന്ന് പറയുന്ന ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, അയാളുടെ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിലെ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം അല്ലെങ്കിൽ പീസ് വേജ് സിസ്റ്റം നിങ്ങൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്നുവെച്ചാൽ ഒരു എംപ്ലോയി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ യൂണിറ്റിനനുസരിച്ച് വേജ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതൊരു തരം ഇൻസെന്റീവ് ആവുമല്ലേ. കാരണം ഹയർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഹയർ പേ കിട്ടും. അപ്പോൾ ഓരോ എംപ്ലോയി എന്ത് ചെയ്യും, മാക്സിമം കോൺട്രിബ്യൂഷൻ, ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് ഈ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്സിൽ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്. ഇനി മൂന്നാമത്തെ ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പറയുന്നു ബോണസ്. ബോണസ് നോക്കൂ. ബോണസ് ഈസ് ആൻ ഇൻസെന്റീവ് ഓഫേർഡ് ഓവർ ആൻഡ് എബവ് ദ വേജ് ഓർ സാലറി ടു ദ എംപ്ലോയീസ്. ഇത് ഈ ബോണസ് എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു തുക എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിന് ബോണസ് എന്നുള്ള പേരിൽ നൽകാറുണ്ട്. ഇതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. ഇപ്പൊ സർക്കാർ ജോലിക്കാർക്കൊക്കെ പിന്നെ എന്ത് ചെയ്യാറുണ്ട്, ഓണത്തിനൊരു ചെറിയൊരു ബോണസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് മറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അതാത് വർഷത്തെ ലാഭത്തിന് ഡിപ്പെൻഡിങ് അപ്പോൺ പ്രോഫിറ്റ് ആണ് കേട്ടോ, ലാഭത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിലൊരു ചെറിയ തുക എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിന് ബോണസ് നൽകാറുണ്ട്. അപ്പൊ ഈ ബോണസും എന്ത് തന്നെയാണ്, ഒരു തരത്തിൽ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അടുത്തത് പ്രോഫിറ്റ് ഷെയറിംഗ്. Profit sharing meant to provide a share to employees in the profit of the organization. This serves to motivate the employees to improve their performance and contribute to increase in profits.
അപ്പൊ എന്താ പറയുക നോക്കൂ, പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് മെന്റ് ടു പ്രൊവൈഡ് എ ഷെയർ ടു എംപ്ലോയീസ് ഇൻ ദി പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദിസ് സെർവ്സ് ടു മോട്ടിവേറ്റ് ദി എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്. ഓരോ വർഷത്തെയും ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു വിഹിതം കൂടി എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് പ്രോഗ്രാമാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്പനി അവരുടെ കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനം അതിന്റെ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം എംപ്ലോയീസിന് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തരും എന്തിനായിരിക്കും ശ്രമിക്കുക, അവരുടെ മാക്സിമം പെർഫോമൻസ് ആ സ്ഥാപനത്തിന്റെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻസെന്റീവിന്റെ ഉദ്ദേശം. കാരണം ലാഭം ഉണ്ടെങ്കിലേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അതിന്റെ ഒരു ഷെയർ കിട്ടുള്ളൂ. അപ്പോ പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് മെന്റ് ടു പ്രൊവൈഡ് എ ഷെയർ ടു എംപ്ലോയീസ് ഇൻ ദി പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ ലാഭത്തിൽ നിന്ന് ഒരു ഷെയർ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് കൊടുക്കുക. ദിസ് സെർവ്സ് ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. അത് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും അതിലൂടെ സ്ഥാപനത്തിന്റെ ലാഭം വർദ്ധിപ്പിക്കാനും അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസെന്റീവിലെ നാലാമത്തെ പ്രോഫിറ്റ് ഷെയറിംഗ്. അടുത്ത ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് co-partnership or stock option. Co-partnership or stock option. Under this incentive scheme, employees are offered companies shares at a set price which is lower than market price. It creates a feeling of ownership to the employees and makes them to contribute for growth of the organization. വലിയ കമ്പനികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്ലോയീസിന് സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ള ഒരു പേരിൽ കമ്പനിയുടെ ഓഹരി തന്നെ കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കുക, ആ കമ്പനിയുടെ ഓഹരിക്ക് മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് എങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കായിരിക്കും ആർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക, എംപ്ലോയീസിന് കൊടുക്കുക. എന്താണ് ഷെയർ എന്നുള്ളത് കുട്ടികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥർ എന്ന് പറയുന്നത് ആരാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഒരു എംപ്ലോയിക്ക് ഒരു ഷെയർ കിട്ടിക്കഴിയുമ്പോൾ അയാളും ആരായി മാറുകയാണ്, ആ കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് മാറുകയാണ്. അങ്ങനെ ഉടമസ്ഥനായിട്ട് മാറുമ്പോൾ അയാൾക്ക് എന്ത് തോന്നലുണ്ടാവുന്നു, ഈ സ്ഥാപനം തന്റെ കൂടിയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അതിന്റെ ഒരു മാക്സിമം പെർഫോമൻസ് ആ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്, കമ്പനിയുടെ ഓഹരികൾ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക. ആ ഷെയർ എടുക്കുന്ന ഒരു എംപ്ലോയി ആരായിട്ട് മാറുന്നു, ആ കമ്പനിയുടെ ഒരു ഉടമസ്ഥനായിട്ട് മാറുന്നു. കാരണം ഒരു ഷെയർ എടുത്ത ഒരാളും ആ കമ്പനിയുടെ ആര് തന്നെയാണ്, ആ ഷെയറിന്റെ മൂല്യത്തിലുള്ള ഒരു ഉടമസ്ഥനാണ്. അപ്പൊ ഞാനും ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ് എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, എംപ്ലോയിക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ. ഇതാണ് co-partnership or stock option എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ഇൻസെന്റീവ് സ്കീം എംപ്ലോയി ഓഫേർഡ് കമ്പനീസ് ഷെയർ അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ഓഹരികൾ പിന്നെ എംപ്ലോയിക്ക് ഓഫർ ചെയ്യാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഓണർഷിപ്പ് ടു ദ എംപ്ലോയി. അത് എന്തുണ്ടാക്കുന്നു, ആ കമ്പനിയുടെ ഉടമസ്ഥനാണെന്നുള്ള ഒരു ഫീൽ എംപ്ലോയിക്ക് ഉണ്ടാക്കുന്നു. ആൻഡ് മേക്ക് ദം ടു കോൺട്രിബ്യൂട്ട് ഫോർ ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. അത് ആ സ്ഥാപനത്തിന്റെ ഗ്രോത്തിലേക്ക്, വളർച്ചയിലേക്ക് വഴി കാണിക്കുന്നു എന്നാണ് ഈ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പറയുന്നത്. co-partnership or stock option. ഓക്കെ, അടുത്തത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവിൽ അടുത്ത ഒന്നാണ് ഇതെന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതും എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. കാരണം ആ എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ റിട്ടയർ ചെയ്താലും എനിക്ക് എന്തുണ്ട്, ഒരു ഇൻകം കിട്ടുമെന്നും അല്ലെങ്കിൽ ആ സമയത്ത് എനിക്കൊരു തുക കിട്ടുമെന്നുള്ള ഒരു തോന്നല്, ആ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാനും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്യാനും അയാളെ അല്ലെങ്കിൽ അയാൾക്ക് ഒരു എന്തുണ്ടാകും, അയാൾക്കൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ഇൻസെന്റീവ് ആയിട്ട് മാറുന്നത്. നോക്കൂ, several retirement benefits such as provident fund, pension and gratuity provide financial security to employee after their retirement. റിട്ടയർമെന്റിന് ശേഷം ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി ഒക്കെ.
അപ്പൊ ഇതൊരു കമ്പനി ഇങ്ങനെ ആഫ്റ്റർ റിട്ടയർമെന്റ് ഇത് എംപ്ലോയീസിന് ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ആ വ്യക്തിക്ക് തുടർന്ന് വർക്ക് ചെയ്യാനും റിട്ടയർമെന്റ് വരെ പിന്നെ ലേബർ ടേൺ ഓവർ ഇല്ലാതെ മുന്നോട്ട് പോകാനും അത് എന്ത് ചെയ്യുന്നു, ഒരു പ്രചോദനമാകുന്നു. ഹാർഡ് വർക്ക് ചെയ്യാനും ഒരു പ്രചോദനമാകുന്നു. അതാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവിലെ 6ാമത്തെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഇനി പെർക്വിസിറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് ശമ്പളത്തിന് പുറമെ കൊടുക്കുന്ന കുറച്ച് ബെനിഫിറ്റുകളാണ്. നോക്കൂ, ഇൻ മെനി കമ്പനീസ് പെർക്വിസിറ്റ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഓഫേർഡ് സച്ച് ആസ് കാർ അലവൻസ്, ഹൗസിംഗ്, മെഡിക്കൽ എയ്ഡ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ എക്സെട്ര ഓവർ ആൻഡ് എബവ് ദ സാലറി. ഈ പെർക്വിസിറ്റിന്റെ പ്രത്യേകത ഇത് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, അത് പിന്നെ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണിയാണ്. ആ ഒരു ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് സൗജന്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ പെട്രോൾ അലവൻസ്, വാഹനം സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്ലി ഇത്ര രൂപയുടെ പെട്രോൾ അലവൻസ് കൊടുക്കും. അതേപോലെ ഹൗസ് റെന്റ് അലവൻസ്, എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പിന്നെ ആനുകൂല്യങ്ങളെയാണ് പെർക്വിസിറ്റ് അഥവാ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതും എന്താണ്, ഒരു തരം ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. ഇത് എംപ്ലോയീസിനെ ആ സ്ഥാപനത്തിൽ നിലനിർത്താൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ പെർക്വിസിറ്റ്. അടുത്തത് ഈ പറഞ്ഞ 7 ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് സിസ്റ്റം, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കോ പാർട്ണർഷിപ്പ് ഫോർ സ്റ്റോക്ക് ഓപ്ഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, പെർക്വിസിറ്റ്. ഇത്രയും ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണെങ്കിൽ ചില നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ബെനിഫിറ്റ് പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അത്തരം ഇൻസെന്റീവുകളെയാണ് ഇതെന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്, വിച്ച് പ്രൊവൈഡ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഓർ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. അത് എംപ്ലോയീസിന്റെ എന്താ പറയാ മാനസിക ഉല്ലാസത്തിന് അല്ലെങ്കിൽ മാനസിക സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഇൻസെന്റീവ് ആണ് താനും. നോക്കാം. ഹിയർ ദ എംഫസിസ് ഈസ് ടു പ്രൊവൈഡ് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് റാദർ ദാൻ മണി ഡ്രിവൺ സാറ്റിസ്ഫാക്ഷൻ. പണം നൽകുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായ, ഇമോഷണൽ, നമ്മുടെ എന്താ പറയാ ഇമോഷൻ, അങ്ങനെയുള്ള മനഃശാസ്ത്രപരമായ മാനസികമായ സന്തോഷം, സംതൃപ്തി, അത് നൽകുന്ന തരത്തിലുള്ള ഇൻസെന്റീവുകളെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയാം. All the needs of employees are not satisfied by money alone. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്തോളണമെന്നില്ല, പണം സാറ്റിസ്ഫൈ ചെയ്തോളണമെന്നില്ല. സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സ് ആൾസോ പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്രൊവൈഡിങ് മോട്ടിവേഷൻ. അവിടെ സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായ, സോഷ്യൽ, സാമൂഹികമായ, ഇമോഷണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, പ്ലേ ഇമ്പോർട്ടന്റ് റോൾ. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് റോള് മോട്ടിവേഷനിൽ പ്രധാനപ്പെട്ട റോൾ എന്ത് ചെയ്യുന്നു, പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു ചെറിയ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. സോറി, ചില ബാഹ്യ ശബ്ദങ്ങൾ നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ അതിൽ പോകുന്നുണ്ട്. ജനാലകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ തുറന്നിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാറ്റില്ലാതെ അടയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ സ്കൂളിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വലിയ ആപ്പ് ഓട്ടയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം എന്നെയാണ് ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് എൻ്റെ മനസ്സ് ശൂന്യമായി പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത് ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. എന്താണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ മാനസിക ഉല്ലാസത്തിന് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇൻസെന്റീവുകളാണ് ഇതെന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയാം. ഇനി അത് ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് സ്റ്റാറ്റസ്. നോക്കൂ, പണം കൊടുത്താൽ കിട്ടുന്നതല്ല എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇൻ ദി ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ് സ്റ്റാറ്റസ് മീൻസ് റാങ്കിങ് ഓഫ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. Psychological, social and esteem needs of an individual are satisfied by status given to their job.
അപ്പൊ എംപ്ലോയീസ് ഇവിടെ നിങ്ങളോട് ശ്രദ്ധിക്കണം, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് പ്രധാനമായിട്ട് ലോവർ ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ എംപ്ലോയീസിനാണ് പിന്നെ കൂടുതൽ അട്രാക്റ്റീവ് എങ്കിൽ ഹയർ ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ എംപ്ലോയീസിനൊക്കെ ടോപ്പ് ലെവൽ മാനേജറിയൽ പൊസിഷനിൽ വരുന്ന ആളുകൾക്കൊക്കെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിനോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. കാരണം അവരുടെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഓൾറെഡി അവരെന്തായിരിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ ജോബിനനുസരിച്ച് അവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ആ സ്ഥാപനത്തിലുണ്ട് എന്ന് വിചാരിക്കാം. ഓരോ വ്യക്തിയും എന്ത് ചെയ്യും, ആ സ്റ്റാറ്റസിന് വേണ്ടി ഹയർ പെർഫോമൻസ് കാഴ്ചവെക്കും. അപ്പൊ ഈ സ്റ്റാറ്റസ് എന്തായി മാറുന്നു, ഒരു പ്രചോദനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. റാങ്കിങ് ഓഫ് പൊസിഷൻ, അവരുടെ പെർഫോമൻസിനനുസരിച്ച് റാങ്കിങ് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ എസ്റ്റീം നീഡ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഞാൻ പറഞ്ഞു എസ്റ്റീം നീഡിലേക്ക് എത്തിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ സ്റ്റാറ്റസിനാണ് ഇമ്പോർട്ടൻസ്. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യും, അപ്പോൾ അത് അവർക്ക് അവിടെ ഒരു മോട്ടിവേഷൻ ഫാക്ടറായി മാറുന്നു. അപ്പൊ സ്റ്റാറ്റസ് എന്നുള്ളത് ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്, സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാനുള്ള ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് ഇതെന്ന് പറയുന്നത്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസിന് പുറമെ അടുത്തതെന്നാണ് വർക്കിംഗ് കണ്ടീഷൻ, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ഹയർ പേ കിട്ടിയാലും ചിലർ പറയുന്നുണ്ട് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ വളരെ മോശമാണ്. ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ ജോലി ചെയ്യാനുള്ള സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ പണം എന്നതിലുപരി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനെയാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഇൻഡിക്കേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഡിസ്ക്രൈബ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് വൺ ഓർഗനൈസേഷൻ ഫ്രം ദ അതർ. These characteristics influence the behavior of individual in the organization. അപ്പൊ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലി ചെയ്യാനുള്ള സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനുള്ള അത് എന്തൊക്കെയായിരിക്കാം, ക്ലീൻഡ് എൻവയോൺമെന്റ്, നല്ല ക്ലീനിങ്ങോട് എന്താ പറയാ വൃത്തി വെടുപ്പുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, സേഫ്റ്റി ഫീലിംഗ് ഉള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, അതേപോലെ എന്താ പറയുക സ്പേഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മറ്റ് എന്താ പറയുക മാനസിക എയർ വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ളത്, എയർ ഫെസിലിറ്റി ഉള്ളത്, അവർക്ക് റെസ്റ്റിംഗ് പ്ലേസ് ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ, വർക്ക് ചെയ്യാനുള്ള ഒരു ഭൗതിക സാഹചര്യം, അതിനെയാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അത് സ്ഥാപനത്തിൽ നിന്ന് മറ്റു സ്ഥാപനം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും വൃത്തിയും വെടുപ്പോടും കൂടി, ശുചിത്വത്തോടു കൂടി, ആരോഗ്യത്തോടു കൂടി, സേഫ്റ്റിയോടു കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു ക്ലൈമറ്റ് അത് ഉണ്ടെങ്കിൽ അത് ചില വ്യക്തികൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള എന്തായിട്ട് മാറാണ്, മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് മാറാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിനെ വേണമെങ്കിൽ എന്താ പറയാ മലയാളത്തിൽ ഞാനൊന്ന് വായിക്കാൻ വേണമെങ്കിൽ, ഓരോ സ്ഥാപനത്തിന്റെയും അവസ്ഥാവിശേഷങ്ങൾ മറ്റ് സ്ഥാപനത്തിൻ്റെതിൽ നിന്നും വ്യത്യസ്തമാണ്. താരതമ്യേന വ്യത്യസ്തമായ നിരവധി സ്വഭാവ സവിശേഷതകൾ ഓരോ സ്ഥാപനത്തിനും ഉള്ളതാണ് വ്യത്യസ്തമായുള്ള അവസ്ഥകൾക്ക് കാരണം. ഇത്തരം പ്രത്യേകതകൾ ഓരോ ജോലിക്കാരന്റെയും പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. വ്യക്തിഗതമായ സ്വയംഭരണം, ജോലിക്കാരോടുള്ള പരിഗണന, പ്രതിഫലം തുടങ്ങിയവയെല്ലാം മേൽപ്പറഞ്ഞ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള തലങ്ങളിലേക്ക് മാനേജർമാർ ഗുണപരമായ സമീപനം നടത്തുന്നത് വഴി സ്ഥാപനത്തിന്റെ വളരെ അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറയുന്നു കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി. കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി നോക്കൂ, എവറി ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു ഗ്രോ ടു ഹയർ ലെവൽ ഇൻ ദി ഓർഗനൈസേഷൻ. Managers should provide opportunity to employees to improve their skills and to be promoted to the higher level jobs. Appropriate skill development program and sound promotion policy will help employees to achieve promotion. അപ്പൊ കരിയർ അഡ്വാൻസ്മെന്റ്, സ്ഥാപനത്തിലെ ഉയർന്ന നിലകളിലേക്ക് വളർന്നു വരാൻ ഓരോ ജോലിക്കാരനും ആഗ്രഹിക്കുന്നു. അതാണ് പ്രത്യേകത. സ്ഥാപനത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് വളർന്നു വരാൻ എന്ത് ചെയ്യുന്നു, ഓരോ ജോലിക്കാരനും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു അവസരം അവിടെ ഒരുക്കുക എന്നുള്ളതാണ് കരിയർ അഡ്വാൻസ്മെന്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഒരു വ്യക്തിക്ക് അവരുടെ കഴിവിനനുസരിച്ച് അവിടെ ഉയരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് അവരെന്തായിരിക്കും, കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും, ബെറ്റർ പെർഫോമൻസിലേക്ക് അവരത് നയിക്കുകയും ചെയ്യും. നോക്കൂ, മാനേജേഴ്സ് എവറി ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു ഗ്രോ ടു ഹയർ ലെവൽ ഇൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ ഉയർന്ന തലത്തിലേക്ക് വളരാൻ ഓരോ ഇൻഡിവിജ്വലിനും ആഗ്രഹം ഉണ്ടായിരിക്കും.
Managers should provide opportunity to employees to improve their skill and to be promoted to the higher level jobs. Managers എന്തിനുള്ള അവസരം നൽകിയിരിക്കണം? ഓരോ എംപ്ലോയിയുടെയും കഴിവുകളെ ഇംപ്രൂവ് ചെയ്യാനും ആ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് ഉയർന്ന തലത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കി കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. Appropriate skill development program and sound promotion policy will help employees to achieve promotion. അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, സൗണ്ട് പ്രൊമോഷൻ പോളിസി, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിനെ പ്രൊമോഷനിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിലേക്കുള്ള ഹാർഡ് വർക്കിംഗിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നാണ് കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ഇതെന്താണ്? ഇതൊരു നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അവരെ ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അടുത്തത് ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലിക്കാർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ജോലികൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ജോബ് എൻറിച്ച്മെന്റ്. എന്താണ്? ജോലിക്കാർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ജോബ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്? ജോബ് എൻറിച്ച്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ജോബ് ദാറ്റ് ഇൻക്ലൂഡ് ഗ്രേറ്റർ വെറൈറ്റി ഓഫ് വർക്ക് കണ്ടന്റ്, റിക്വയർ ഹയർ ലെവൽ ഓഫ് നോളജ് ആൻഡ് സ്കിൽ, ഗിവ് വർക്കേഴ്സ് മോർ ഓട്ടോണമി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൊവൈഡ് ദ opportunity for personal growth and meaningful work experience. Then the job itself become a source of motivation. ഒരു ജോബ് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ അവർക്ക് വളരാനും വികസിക്കാനും പറ്റിയ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. നോക്കൂ, അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ഡിസൈനിങ് ജോബ് ദാറ്റ് ഇൻക്ലൂഡ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് വർക്ക് കണ്ടന്റ്. വെറൈറ്റി ഓഫ് വർക്ക് കണ്ടന്റ് ആ ജോബിൽ ഉണ്ടായിരിക്കണം. റിക്വയർ ഹയർ ലെവൽ നോളജ് ആൻഡ് സ്കിൽ. അതിൽ എന്തുണ്ടായിരിക്കണം? ഹയർ ലെവൽ നോളജ്, സ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഗീവ് വർക്കേഴ്സ് മോർ ഓട്ടോണമി. കൂടുതൽ സ്വയം ഭരണ അധികാരം അതിലുണ്ടായിരിക്കണം. ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഗ്രോ. അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അത് സഹായകരമായിരിക്കണം. ആൻഡ് മീനിങ് ഫുൾ വർക്ക് എക്സ്പീരിയൻസ്. നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് അതിലുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ജോബ് കണ്ടന്റ് ആണെങ്കിൽ അതിനാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയാം. ദെൻ ദ ജോബ് ഇറ്റ്സെൽഫ് ബിക്കം എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ. അത്തരത്തിലുള്ള ഒരു ജോബ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? മോട്ടിവേറ്റഡ് ആയിട്ട് മാറും എന്നുള്ളതാണ് ജോബ് എൻറിച്ച്മെന്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിലെ മറ്റൊരു ഇൻസെന്റീവ് ആണ് ഇത് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്. Recognition means acknowledgement with a show of appreciation. When such appreciation is given to work performed by employees, excuse me, കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ അവരൊന്നും ഒഴിവാക്കട്ടെ. Again, sorry for the disturbance. കുറച്ച് കുട്ടികൾ സ്കൂളിലേക്ക് വന്നതാണ്. അവര് അവിടെ അടുത്ത് വന്നിട്ട് ബഹളം വെക്കായിരുന്നു. അപ്പൊ അവരെന്ന് മാറ്റേണ്ടി വന്നു. ഞാൻ ഏതായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം അത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിലെ അഞ്ചാമത്തെ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. ഈ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം നിങ്ങൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ കണ്ടിരുന്നു, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതില് മമ്മൂട്ടിയാണ് നായകൻ. ഒരു പത്രത്തിന്റെ എന്താ പറയുക, ഒരു പ്രസ്സിൽ ജോബ് ചെയ്തിരുന്ന ഒരു ആള് അതിൽ നിന്ന് ജോബ് നഷ്ടപ്പെട്ട് പിന്നെ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കഥയാണ് അതിൽ. ആ ഇൻഷുറൻസില് ഓരോ ആഴ്ചയിലും ബെസ്റ്റ് പെർഫോമർ സെലക്ഷൻ, അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അവിടെ. ആ ഒരു വീക്കിലെ ഏറ്റവും കൂടുതൽ പോളിസി കളക്ട് ചെയ്യുന്ന ആളെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എന്ത് ചെയ്യും, എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുക. അപ്പൊ അതെന്ത് ചെയ്യും, അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നോക്കുക, ഓരോ വീക്കിലും ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന എംപ്ലോയിയെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു വരുത്തി ഒരു ഗിഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് എംപ്ലോയീസിനൊക്കെ ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അവരെന്ത് ചെയ്യും, അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പൊ അതിനെയാണ് എംപ്ലോയി റെക്കഗ്നിഷൻ. അതിനെയാണെന്നല്ല, അത് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാമിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്. Recognition means acknowledgement with a show of appreciation. When such appreciation is given to work performed by employees, they feel motivated to perform work at higher levels. എന്താ പറയുന്നത്? റെക്കഗ്നിഷൻ മീൻസ് അക്നോളജ്മെന്റ് വിത്ത് ഷോ ഓഫ് അപ്രീസിയേഷൻ. ഒരു ഷോ, അവരുടെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അവരുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന റെക്കഗ്നിഷൻ പ്രോഗ്രാം. When such appreciation is given to work performed by employees, വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ they feel motivated, അവരെന്തായി മാറും? മോട്ടിവേറ്റഡ് ആയിട്ട് മാറും. അത് എന്തിലേക്ക് നയിക്കും? to perform work at a higher level, ഉയർന്ന തലത്തിലേക്ക് വർക്ക് ചെയ്യാൻ അവർക്കൊരു പ്രചോദനമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് കുറെ പ്രോഗ്രാമുകളുണ്ട്. അത് ഓരോ സ്ഥാപനങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഈ റെക്കഗ്നിഷൻ പ്രോഗ്രാം, ബെസ്റ്റ് പെർഫോമൻസിന് ക്യാഷ് പ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ചടങ്ങിൽ വെച്ച് ആദരിക്കുക, അല്ലെങ്കിൽ മൊമെന്റോ നൽകുക, തുടങ്ങിയതൊക്കെ ഈ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാമിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി അടുത്തത് ജോബ് സെക്യൂരിറ്റി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിയിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് പഠിച്ചതിൽ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സേഫ്റ്റി നീഡിനെ കുറിച്ചാണ്. ആ സേഫ്റ്റി നീഡിൽ വരുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റി. നമുക്ക് സ്ഥിരമായൊരു തൊഴിലുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോ ഒരു സ്ഥാപനത്തില് ജോബ് പെർമനന്റ് ആക്കി കൊടുക്കാം എന്ന് പറയുന്നത് എംപ്ലോയീസിന് ഭയങ്കര മോട്ടിവേഷൻ ആണ്. താൽക്കാലികമായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്നും എന്തുണ്ടായിരിക്കും? എനിക്ക് ഇവിടുന്ന് നാളെ ഉണ്ടാവില്ലേ, എന്നെ പിരിച്ചുവിടുക എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മാറി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ സ്ഥിരപ്പെടുത്താം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും എന്തിനു വേണ്ടി ശ്രമിക്കും? ആ സ്ഥിരത നിലനിർത്താൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ജോബ് സെക്യൂരിറ്റി. നോക്കൂ, എംപ്ലോയീസ് വാണ്ട് ദിയർ ജോബ് ടു ബി സെക്യൂർ. ഏതൊരു എംപ്ലോയിയുടെയും ആഗ്രഹം എന്താണ്? അവരുടെ ജോബ് സെക്യൂർ ആയിരിക്കണം എന്നുള്ളതാണ്. They want certain stability about future income and work so that they do not feel worried on these aspects and work with greater zeal. നോക്കൂ, employees want their job to be secure. എംപ്ലോയീസിന്റെ ആവശ്യം എന്താണ്? അവരുടെ ജോബ് സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. They want certain stability. അവർക്ക് എന്ത് വേണം? സ്റ്റെബിലിറ്റി വേണം. About future income, അവരുടെ ഫ്യൂച്ചറിലെ വരുമാനത്തിന് സ്റ്റെബിലിറ്റി വേണം. ആൻഡ് വർക്ക്, ഇൻകത്തിനും ജോബിനും അവർക്ക് സ്റ്റെബിലിറ്റി വേണം. സോ ദാറ്റ് they do not feel worried. അവർ എന്ത് ചെയ്യരുത്? ഇത് ഈ ജോബിനെ കുറിച്ചും ഇൻകത്തെ കുറിച്ചും അവർക്ക് എന്തുണ്ടാവരുത്? വറി, എങ്ങനെ പറയാം, ഒരു ആശങ്കയുണ്ടാവരുത്. ഓൺ ദീസ് ആസ്പെക്ട് ആൻഡ് വർക്ക് വിത്ത് ഗ്രേറ്റ് സീൽ. അപ്പോൾ അതില്ലാത്ത ഒരു എംപ്ലോയി എങ്ങനെയായിരിക്കും? ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻകത്തെ കുറിച്ചോ ഒരു വേവലാതി ഇല്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗ്രേറ്റർ സീൽ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി നല്ല കഴിവുറ്റ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് ജോബ് സെക്യൂരിറ്റി. ചുരുക്കി പറഞ്ഞ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാർന്ന ജോബും ഇൻകവും ഏതൊരു എംപ്ലോയിയുടെയും എന്താണ്? അഭിലാഷമാണ്. അത് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ മാക്സിമം പെർഫോമൻസ് വെച്ച് എന്ത് ചെയ്യും? സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ജോബ് സെക്യൂരിറ്റി കഴിഞ്ഞാൽ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അത് വളരെ സന്തോഷകരമായിരിക്കും. ഈ പ്രായത്തിലുള്ള ഈ എന്താ പറയുക, ടീനേജിലെ ഏറ്റവും നിങ്ങളുടെ ഒരു പ്രശ്നം അത് തന്നെയാണ്. ഞങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല. അതിനുള്ള കാരണം രക്ഷിതാക്കൾ നിങ്ങളെ ഇപ്പോഴും കുട്ടികളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നിങ്ങളാണെങ്കിൽ എന്ത് വിചാരിക്കുന്നു? ഞാൻ വളർന്ന് മെച്ചുവറായി എന്നുള്ള നിങ്ങൾക്കൊരു തോന്നൽ. ആ നിങ്ങളുടെ തോന്നൽ മെച്യൂരിറ്റിയും നിങ്ങൾ കുട്ടികളാണെന്നുള്ള രക്ഷിതാക്കളുടെ ബോധവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് പലപ്പോഴും നിങ്ങൾ അവഗണിക്കപ്പെടാനുള്ള ഒരു കാരണം. അത് നിങ്ങളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്നുണ്ട് എന്നുള്ളത് സൈക്കോളജിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ ഇത്രേ പറയുന്നത്, ഇപ്പൊ വീട്ടിൽ കാര്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുന്നു, അത് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി നിങ്ങളോടും കൂടി അഭിപ്രായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. എന്ന പോലെ എംപ്ലോയീസിനെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റികളിൽ പങ്കാളിത്തം നൽകുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് എംപ്ലോയീസിന്. അപ്പൊ ഞങ്ങളെ കൂടി പരിഗണിക്കുന്നു എന്നുള്ള തോന്നൽ എംപ്ലോയീസിന് ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി ഏറ്റവും ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് കഴിയുമെന്നാണ് ഈ പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കത് എന്താ പറയുന്നത് നോക്കാം. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ.
It means involving employees in decision making of the issues related to them. In many companies, these programs are in practice in the form of joint management committee, work committees, canteen committee, etc. അപ്പോൾ നോക്കൂ, it means involving employees in decision making of the issues related to them. മാനേജ്മെന്റിലെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആ അത്തരം കമ്മിറ്റികളിൽ എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. ഇൻ മെനി കമ്പനീസ്, പല കമ്പനികൾ എന്ത് ചെയ്യുന്നു, ദീസ് പ്രോഗ്രാംസ് ആർ ഇൻ പ്രാക്ടീസ്. ഈ പ്രോഗ്രാം എന്താണ്, പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്? ഇൻ ദി ഫോം ഓഫ് ജോയിന്റ് മാനേജ്മെന്റ് കമ്മിറ്റി, മാനേജ്മെന്റിൽ ഒരു ജോയിന്റ് കമ്മിറ്റി, വർക്ക് കമ്മിറ്റി, ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി, അവരുടെ ക്യാൻറ്റീൻ, ഫുഡ്, അങ്ങനെയുള്ള റിലേറ്റഡ് അത് അത്തരത്തിലുള്ള കമ്മിറ്റികൾ, ഇതിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിനെ എന്ത് ചെയ്യാറുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാറുണ്ട്. അത് അവർക്ക് എന്താവുന്നു, ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് മാറുന്നു എന്നുള്ളതാണ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ പിന്നെ ഏഴാമത്തെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് കഴിഞ്ഞു. ഇനി എട്ടാമത്തെ എംപ്ലോയി എംപവർമെന്റ്. എംപ്ലോയി എംപവർമെന്റ് നോക്കൂ, എംപവർമെന്റ് മീൻസ് ഗിവിംഗ് മോർ ഓട്ടോണമി ആൻഡ് പവേഴ്സ് ടു സബോർഡിനേറ്റ്സ്. It makes people feel that their jobs are important. This feeling contributes positively to the use of skills and talent in the job performance. Empowerment means giving more autonomy and powers to subordinates. സബോർഡിനേറ്റ്സിന് കൂടുതൽ പവേഴ്സും സ്വയം ഭരണാധികാരവും കൊടുക്കുന്നതിനാണ് എംപ്ലോയി എംപവർമെന്റ് എന്ന് പറയാം. ഇറ്റ് മേക്സ് പീപ്പിൾ ഫീൽ ദാറ്റ്, ഇത് അവർ എന്ത് വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, their jobs are important. അവരുടെ ജോബ് വളരെ പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കും. This feeling contribute positively to the use of skills and talent in the job performance. ആ തോന്നൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന, അവർ എന്ത് ഉണ്ടാക്കിയെടുക്കും, ഒരു പ്രേരകമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് അവരുടെ മാക്സിമം പെർഫോമൻസ് അല്ലെങ്കിൽ മാക്സിമം ടാലന്റ് ആ സ്ഥാപനത്തിന് കൊടുക്കാൻ എന്ത് ചെയ്യുന്നു, അത് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയി എംപവർമെന്റ് എന്താണ്, ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫിനാൻഷ്യൽ ഇൻസെന്റീവുകളെ കുറിച്ചും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവുകളെ കുറിച്ചും. ഇത് ഏതുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതെല്ലാം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എംപ്ലോയീസിന്റെ തരം അറിഞ്ഞ്, അവരുടെ നീഡ് അറിഞ്ഞ്, അവരുടെ ആവശ്യകത എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവർക്ക് ഓഫറിങ്സ് കൊടുക്കാൻ. അപ്പോൾ ലോവർ ലെവൽ എംപ്ലോയീസ് ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആയിരിക്കും അവർക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുകയെങ്കിൽ ഹയർ ലെവലിലേക്ക് പോകുന്നതോറും അത് ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കും, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. കാരണം എ സാറ്റിസ്ഫൈഡ് നീഡ് വിൽ നോട്ട് ആക്ട് എ മോട്ടിവേറ്റർ. ഒരിക്കൽ സാറ്റിസ്ഫൈ ചെയ്ത ഒരു നീഡ് പിന്നെ എന്ത് ഉണ്ടാക്കുന്നില്ല, ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അൺസാറ്റിസ്ഫൈഡ് നീഡുകൾ എന്താണെന്ന് കണ്ടെത്തി അത് പ്രോമിസ് ചെയ്യുമ്പോഴാണ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പോൾ എംപ്ലോയീസ് മാനേജ്മെന്റ് എന്തിനു വേണ്ടി ശ്രമിച്ചിരിക്കണം, എല്ലാ എംപ്ലോയീസിന്റെയും അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് എന്താണെന്ന് കണ്ടെത്താനും മനസ്സിലാക്കാനും അവർ ശ്രമിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ എംപ്ലോയീസിന്റെ ബെറ്റർ പെർഫോമൻസ് നേടിയെടുക്കാനുള്ള ഒരു വഴി. അപ്പോ ഇത് ഡയറക്ടിങ്ങിന്റെ രണ്ടാമത്തെ എലമെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോയിൽ 1-2 തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് ക്ഷമയോടുകൂടി കാണുക. അത് നമ്മുടെ ഭൗതിക സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ്. സ്കൂളിലേക്ക് പാരന്റ്സും കുട്ടികളൊക്കെ പല ആവശ്യങ്ങൾക്ക് വാഹനം എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ ശബ്ദം എന്നെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുട്ടികൾ അവിടെ ക്ലാസ് റൂമിന്റെ അടുത്ത് വന്നിട്ടൊന്നും ബഹളം വെച്ചപ്പോഴും എനിക്ക് ഈ വീഡിയോയിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടിട്ടുണ്ട്. ഇത് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് കട്ട് ചെയ്തിട്ട് മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളത് എനിക്ക് വേണ്ടി പുറത്തു തരിക. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലൂടെ ചോദിക്കാം, എന്നെ നേരിട്ട് വിളിക്കാം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.